ഒരു പാത്രത്തിൽ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം സവോള ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ശകലം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി ഗരം മസാല, 1 ടീസ്പൂണോളം ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഉപ്പും മഞ്ഞളും മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അതിനുശേഷം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. മിക്സഡ് ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. ഒത്തിരി അരഞ്ഞു പോവാൻ ശ്രദ്ധിക്കണം. നാര് പോലെ കടക്കുമ്പോഴാണ് കടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുന്നത്. മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കിയപ്പം സൈഡ് കഷ്ണം ബാക്കി വന്നത് കട്ട് ചെയ്തെടുത്തില്ലേ, അത് ഇതേപോലെ എണ്ണയ്ക്കകത്തൊന്ന് വറുത്ത് കോരി എടുത്തതാണ്. അതൊന്ന് പൊടിച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പൊടിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് തിരുമിയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണ്. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ സമൂസ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ കോണോട് കോണ് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഏത് കോണ് മടക്കിയാലും കുഴപ്പമില്ല. ഇനി വീണ്ടും സൈഡ് ചേർത്ത് നമുക്കൊന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും. ഈ ഗ്യാപ്പിൽ നമുക്ക് എത്ര ഫില്ലിങ് ചേർക്കണോ അത്രയും ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി സൈഡ് ചേർത്തൊന്ന് മടക്കി എടുക്കുക. ഇനി അടുത്ത മടക്ക് നമുക്കിത് ഇതിൻ്റെ മുകൾ ഭാഗം അടച്ച് ഇങ്ങനെ എടുക്കാനുള്ള ഒരു മടക്കായിട്ട് കിട്ടും. അതും കൂടി സൈഡ് ചേർത്തൊന്ന് മടക്കിയെടുക്കാം. ഇനി ഒരു വാല് കഷ്ണം ബാക്കി വരും. അതിലേക്ക് നമ്മൾ മൈദപ്പശ ഉണ്ടാക്കിയിട്ട് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കണം. എണ്ണയിലേക്ക് ഇടുമ്പോൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. നമുക്ക് ഫില്ലിങ് വെച്ച് ഇതേപോലെ ഇനി ഇതിലും പോകും തോന്നുന്നു നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടാക്കാം. ചൂടായി വരുന്ന ഓയിലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ആകുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് കോരിയെടുക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ.